BJP ഇത് പറയുന്നു, BJPയുടെ മാത്രം ആവശ്യം, BJPയുടെ അജണ്ട എന്ന കാര്യം പറയുന്നു കോൺഗ്രസ്. ഫെഡറൽ തത്വങ്ങൾക്ക് എതിരാണ് എന്നുള്ള പ്രതികരണം കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് വരുന്നു. ഇത് സർവാധികാരത്തിനുള്ള ശ്രമമാണ് എന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം വാർത്താക്കുറിപ്പ് വരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് 99-ൽ നിയമ കമ്മീഷൻ സമർപ്പിച്ച 170-ാം റിപ്പോർട്ടിലും ഈ ഒറ്റ തെരഞ്ഞെടുപ്പ് എന്നൊരു ശുപാർശയുണ്ട്. 2015-ൽ നീതിന്യായ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി, 2017-ൽ നീതി ആയോഗ്, 2018-ൽ നിയമ കമ്മീഷൻ, ഇവരെല്ലാം തന്നെ ഒറ്റ തെരഞ്ഞെടുപ്പ് എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു. അതിന്മേൽ പിന്നീട് ചർച്ചകളും അതിന്മേൽ കാര്യങ്ങളും അത്ര വേഗത്തിൽ നടന്നിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. 57-ലും 62-ലും 67-ലും ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് സർക്കാരുകൾ കാലാവധി പൂർത്തിയാകും മുമ്പ് ഒഴിയുന്ന സാഹചര്യം വന്നപ്പോഴാണ്, പുതിയ സംസ്ഥാന രൂപീകരണം വന്ന ഘട്ടത്തിലൊക്കെയാണ് അത് മറിഞ്ഞത്. അപ്പോൾ ഇതൊരു പുതിയ ആശയമാണ്, അല്ലെങ്കിൽ ഒരു പുതിയ അജണ്ട ഗൂഢ ഉദ്ദേശത്തോടു കൂടി ആണ് എന്ന് പറയുമ്പോൾ പൂർണ്ണമായത് നിൽക്കുമോ അഡ്വക്കേറ്റ് അനിൽ ബോസ്? ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഇമ്പമുള്ള ഒരു സ്ലോഗനാണ്. ആ കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പ്രകാരം കേന്ദ്ര മന്ത്രിസഭ പാസാക്കിയ വ്യവസ്ഥകൾ രാജ്യസഭയിലും ലോക്സഭയിലും പാസാക്കി നിയമമാക്കുന്നുവെന്നിരിക്കട്ടെ, എന്നാൽ തന്നെ ഇന്ത്യയിൽ ഒരു സമയത്ത് ഒരു തെരഞ്ഞെടുപ്പ് ഒരു രാജ്യത്ത് എന്നുള്ള നിലയിൽ നടപ്പിലാക്കാൻ കഴിയും എന്ന് ഈ റിപ്പോർട്ട് പറയുന്നുണ്ടോ? ഇപ്പോൾ ഇവിടെ പ്രതിപാദിച്ചതുപോലെ മുൻ രാഷ്ട്രപതി ചെയർമാനായിട്ടുള്ള കമ്മിറ്റി, എൻ്റെ അഭിപ്രായം അതൊരു പാവ കമ്മിറ്റിയാണ്. കാരണം അമിത്ഷാ, ഇവർക്ക് അനുകൂലമായി നിലപാടെടുത്ത ഗുലാം നബി ആസാദ്, അതുപോലെയുള്ള ആളുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. കേവലം ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഖരീഷ് സാൽവയെ പോലുള്ള ആളുകളുണ്ട് എന്നതൊഴിച്ചാൽ ബാക്കിയെല്ലാം BJPയുടെ പൊളിറ്റിക്കൽ അജണ്ടയ്ക്കൊപ്പം നിൽക്കുന്ന ആളുകളാണ്. 10ഓളം ആളുകൾ ആ കമ്മിറ്റിയിലുള്ളത്. ആ കമ്മിറ്റിയുടെ തീരുമാനമാണ്. ഇവർ പറയുന്ന 20,000-ഓളം ആളുകളിൽ നിന്ന് അഭിപ്രായം ശേഖരിച്ചു. 20,000-ഓളം ആളുകളിൽ നിന്ന് അഭിപ്രായം സ്വീകരിച്ചു എന്ന് പറയാൻ ഞാൻ ചോദിക്കില്ല, ഈ ഇന്ത്യ മഹാരാജ്യത്ത് എത്ര ഔദ്യോഗിക ഭാഷകളുണ്ടെന്നറിയാമോ? സ്മൃതി, 22 ഔദ്യോഗിക ഭാഷകൾ ഉള്ള രാജ്യമാണ് നമ്മുടേത്. ഔദ്യോഗികമായി തന്നെ അംഗീകരിക്കപ്പെട്ട 22 ഭാഷകളുള്ള രാജ്യമാണ് നമ്മുടേത്. ആ അടിസ്ഥാനത്തിൽ ഈ 22 ഭാഷകളിൽ ഇവർ നോട്ടിഫിക്കേഷൻ നടത്തിയ അഭിപ്രായങ്ങൾ ആരാഞ്ഞോ? ആകെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും മാത്രമാണ് അഭിപ്രായങ്ങൾ ആരാഞ്ഞത്. ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ആളുകൾ ഇവരുടെ അജണ്ടയ്ക്ക് അനുസരിച്ച് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി എന്നുള്ളതല്ലാതെ ഈ പാവ കമ്മിറ്റിക്ക് അനുസരിച്ച് കാര്യങ്ങൾ പോയി എന്നുള്ളതല്ലാതെ എന്താണ് ഇവർ ഇതിന്റെ അകത്ത് മെറിറ്റായി പറയുന്നത്? ഇവിടെ ഇതിനു മുമ്പ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, 52 മുതൽ 67 വരെയുള്ള കാലഘട്ടത്തിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഹൗസ് ഓഫ് പീപ്പിൾ എന്നുള്ള നിലയിൽ നടന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് തർക്കമില്ല. പക്ഷേ മാറിയ കാലാവസ്ഥയിൽ നമ്മുടെ രാജ്യത്ത് നിരവധി ഘട്ടങ്ങളിൽ 70-ൽ പാർലമെന്റ് അടക്കം പിരിച്ചുവിട്ട ചരിത്രമുള്ള നാടാണ് നമ്മുടേത്. അപ്പൊ അവിടെ ഒരു പുതിയ നിയമം കൊണ്ടുവരുന്നതിന് ചർച്ചകൾ നടക്കുന്നതിനോ പഠനങ്ങൾ നടക്കുന്നതിനോ ഒന്നും കോൺഗ്രസ് എതിരല്ല. അത്തരം കാര്യങ്ങൾക്കെതിരല്ല. കേൾക്കാൻ ഇമ്പമുള്ള മുദ്രാവാക്യങ്ങൾ കൊണ്ട് മാത്രം കാര്യമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ BJP ഗവൺമെന്റ് കഴിഞ്ഞ പാർലമെന്റ് കാലയളവിലാണല്ലോ വനിതാ സംവരണ ബില്ല് പാസാക്കിയത്. ഈ 100 ദിവസം പൂർത്തിയാകുന്ന ദിവസം അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനുള്ള നടപടികൾ ഇവർക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഇവർ സ്വീകരിക്കാത്തത്? ഇവരെന്ന് സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. പാസാക്കിയ ബില്ലിന്മേൽ നടപടി എന്ന് സ്വീകരിക്കുമെന്നാണ് ഇവർ പറയുന്നത്. എന്തുകൊണ്ടാണ് അതിന് പ്രൈം ഇമ്പോർട്ടന്റ് ഇവർ കൊടുക്കാത്തത്? ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിനെ ചർച്ചയ്ക്ക് അവർ വശംവദരാകാത്തത്? അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും ജനങ്ങളുടെ ഇടയിലും മറ്റ് ജനകീയ പ്രശ്നങ്ങൾ ചർച്ചയാവാതിരിക്കാൻ വേണ്ടി കാലാകാലങ്ങളിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന ബഹുമുഖ വിഷയങ്ങൾ ഇവർ കൊണ്ടുവരാറുണ്ട്. നേരത്തെ രാമക്ഷേത്രം പറയാമായിരുന്നു, ഇപ്പൊ അത് പറയാനിട്ട് കാര്യമില്ല. ക്ഷേത്രത്തിന്റെ പേര് പറഞ്ഞാൽ 10 വോട്ട് കിട്ടുമായിരുന്നെങ്കിൽ അതുകൂടെ പോകുന്ന സ്ഥിതിയിലാണ്. അപ്പൊ ആ നിലയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വനിതാ സംവരണ ബില്ല് വെച്ചൊരു ആയുധമാക്കി പ്രചരണം നടത്താൻ ശ്രമിച്ചു. ഇപ്പോൾ ഇനി ഒരു 3-4 വർഷം ഇതിന്റെ പുറത്ത് ഒരു ചർച്ച നടക്കണം. ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് 18ഓളം ഭേദഗതികൾ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ 18ഓളം ഭേദഗതികൾ ഏറ്റവും നിർബന്ധമാണ്. ആ ഭേദഗതികൾ വെറുതെ അങ്ങ് പാസ്സാക്കാൻ കഴിയില്ല. 362 പേരുടെ പിൻബലം വേണം. ലോക്സഭയിൽ 362 പേരുടെ പിൻബലമുണ്ടോ ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെന്റിന്? ഉണ്ടോ? രാജ്യസഭയിൽ 167 പേരുടെ പിൻബലം വേണം ഇത് നിയമമായി മാറണമെങ്കിൽ. ഉണ്ടോ ഇവർക്ക് പിൻബലം? 3-2 ഭൂരിപക്ഷത്തോടു കൂടി മാത്രമേ ഇന്ത്യൻ ഭരണഘടന അതിന്റെ അകത്ത് 18ഓളം ഐറ്റം, അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 83, അതുപോലെ തന്നെ
നമ്മുടെ നിയമസഭകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് അതിന്റെ കാലാവധി നിശ്ചയിക്കുന്ന 172 ആർട്ടിക്കിൾ, അതുപോലെ തന്നെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട് 324, അതുപോലെ ഇലക്ട്രൽ റോളും വോട്ടർ ഐഡിയും പ്രതിപാദിക്കുന്ന 325 അടക്കം ഒരുപാട് ഭേദഗതികൾ കോൺസ്റ്റിറ്റ്യൂഷൻ അനിവാര്യമാണ്. അപ്പം 3-2 ഭൂരിപക്ഷം കൊണ്ട് മാത്രം നടപ്പിലാക്കാൻ കഴിയേണ്ടുന്ന ഒരു കാര്യത്തിൽ ഭൂരിപക്ഷമില്ലാത്ത ഒരു ഗവൺമെന്റ് ഇപ്പോൾ സൃഷ്ടിക്കുന്ന ഈ ചർച്ചയും സംവാദവും കേവലം മറ്റ് ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാനും ജനങ്ങളുടെ മൈൻഡിനെ മറ്റൊരു ദിശയിലേക്ക് വഴിമാറ്റാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. ശരി, അപ്പോൾ ഒരു സംശയം ചോദിക്കട്ടെ. എല്ലാവർക്കും ഒരേ വരുമാനം. ഒരു മിനിറ്റ്, അഡ്വക്കേറ്റ് അനിൽ ബോസ്, പിന്തുണച്ചവർ, എതിർത്തവർ, അഭിപ്രായം പറയാത്തവർ എന്നിങ്ങനെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പേരുകൾ പുറത്തു വന്നിട്ടുണ്ടല്ലോ. അതിൽ നിലപാട് പറയാത്തതിൽ മുസ്ലിം ലീഗിന്റെ പേരും കാണുന്നു. അത്ഭുതം തോന്നി. അതെന്താണ് അങ്ങനെ? അല്ല, അത് മുസ്ലിം ലീഗിനോട് ചോദിക്കേണ്ട കാര്യമാണ്. മുസ്ലിം ലീഗ് എന്താ അഭിപ്രായം പറയാത്തതെന്ന് ഞാനാണോ ഈ ചർച്ചയിൽ വന്നിരുന്നത്? മുന്നണിയിൽ ഉള്ളത് കൊണ്ട് ചോദിക്കുകയാണ്. പൊതുവിഷയം എന്നുള്ള നിലയിൽ മുന്നണിയിൽ ഉള്ളത് കൊണ്ട് ചോദിക്കുകയാണ്. നിങ്ങളെ സംബന്ധിച്ച് രാഷ്ട്രീയ രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണല്ലോ അഡ്വക്കേറ്റ് അനിൽ ബോസ്. ഇക്കാര്യത്തിൽ നിങ്ങൾക്കിടയിൽ ഒരു ഐക്യം വന്നിട്ടില്ലേ എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? നിങ്ങൾക്കിടയിൽ മാത്രമല്ല, ഇന്ത്യ മുന്നണി എന്നതിലും വേണ്ടതാണ്. അല്ല, അങ്ങനല്ല നമ്മൾ അതിനെ കാണേണ്ടത്. നിലവിൽ ഈ വിഷയത്തിൽ ഞങ്ങൾ ഇന്നിപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന സമീപനത്തിനെതിരായി ഞങ്ങൾ പ്രത്യക്ഷമായി തന്നെ നിലപാടെടുത്തിട്ടുണ്ട്. കാരണം എന്താ? ഇന്ത്യ എന്ന് പറയുന്ന യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്, അല്ലേ? ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 1 പറയുന്നത് തന്നെ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പ്രഥമ ദൃഷ്ടി അതിന്റെ വയലേഷൻ അടക്കം വരുന്നൊരു വിഷയത്തിൽ ഞങ്ങൾ നിലപാടെടുത്തു. ഞങ്ങൾ മാത്രമല്ല, പല പാർട്ടികളും നിലപാടെടുത്തു. അതുകൊണ്ട് ഞങ്ങൾ എടുക്കുന്ന ദിവസം തന്നെ മറ്റെല്ലാ പാർട്ടികളും നിലപാടെടുക്കണമെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.